ബിഗ് ബോസ് മലയാളം സീസൺ 7 എട്ടാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് കിട്ടിയ വോട്ട് വിവരങ്ങൾ ഇവിടെ വിശകലനം ചെയ്യുകയാണ്. ആരാണ് വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിലെന്നും ആരാണ് ഈ ആഴ്ച പുറത്താവാൻ സാധ്യത ഉള്ളതെന്നും നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം, അനീഷും ഷാനവാസും ലക്ഷ്മിയും അക്ബറും ജിസയിലും അടക്കം ഏകദേശം 11 പേരാണ് ഇത്തവണ ഈ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ അനീഷ് തന്നെയാണ്. അനീഷിന് 22,500 വോട്ടുകളാണ് കിട്ടിയത്. ഇന്നലെയൊക്കെ ഷാനവാസിന് പിറകിൽ രണ്ടാമതായിരുന്നെങ്കിലും ഇന്ന് രാവിലെ മുതൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചാണ് അനീഷ് ഒന്നാമതെത്തിയത്. തൊട്ട് താഴെ രണ്ടാമത് നമ്മുടെ ഷാനവാസാണ്. ഷാനവാസിന് 21,300 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഈ സീസണിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് മത്സരാർത്ഥിയാണ് നമ്മുടെ ഷാനവാസ്. സ്വാഭാവികമായിട്ടും ഷാനവാസിന് ഈ പറഞ്ഞതുപോലെയുള്ള ഫാൻ ബേസ് അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും 21,300-ലധികം വോട്ടുകൾ ഈ മണിക്കൂറിനുള്ളിൽ നേടാൻ കഴിഞ്ഞത്. അവിടെ മൂന്നാം സ്ഥാനത്തുള്ള മത്സരാർത്ഥി ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് 15,670 വോട്ടാണ്. രണ്ടാം സ്ഥാനത്തുള്ള ഷാനവാസിനേക്കാളും 6,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്മി മൂന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. ലക്ഷ്മിക്ക് 15,670 വോട്ടുകൾ കിട്ടിയപ്പോൾ നാലാം സ്ഥാനത്തുള്ള അക്ബറിന് കിട്ടിയിരിക്കുന്നത് 14,860 വോട്ടാണ്. അക്ബറും ഈ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ട് മൈൻഡ് ഗെയിം കളിക്കുന്ന നല്ലൊരു എൻ്റർടൈനർ ആയതുകൊണ്ട് തന്നെ അക്ബറിന് അത്യാവശ്യം ഫാൻ ബേസ് പുറത്തുണ്ട്. ഇപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും അക്ബർ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അഞ്ചാം സ്ഥാനത്തുള്ളത് നമ്മുടെ ജിസയിലാണ്. ജിസേലിന് 12,100 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. ആരിൻ്റെ കൂടെയാണ് എപ്പോഴും നടക്കുന്നതെങ്കിലും ജിസേലിൻ്റെതായിട്ടുള്ളൊരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വോട്ട് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ജിസയിലെ കഴിഞ്ഞാൽ പിന്നെ വോട്ടിങ്ങിൽ മുന്നിലുള്ളത് നമ്മുടെ അഭിലാഷാണ്. അഭിലാഷിന് കിട്ടിയിരിക്കുന്നത് 10,500 വോട്ടുകളാണ്. അഭിലാഷ് തുടക്കത്തിൽ വൺ ഓഫ് ദ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ ഈ ഒനിയൽ സാബുവിൻ്റെയും ഷാനവാസിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ കൂടിയതിനു ശേഷം ഡൗൺ ആയെങ്കിലും ഇപ്പോൾ വീണ്ടും അത്യാവശ്യം വോട്ടോട് കൂടി മുന്നേറുന്നുണ്ട്. പിന്നെയുള്ളത് ജിഷിനാണ്. ജിഷിന് കിട്ടിയിരിക്കുന്നത് 9,160 വോട്ടാണ്. ജിഷിൻ ആദ്യമായിട്ട് നോമിനേഷൻ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ജിഷിന് ഫാൻ ബേസും കുറവാണ്. പിന്നെ അനുമോളുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ വോട്ട് നിലവിൽ ജിഷിന് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. പിന്നെയുള്ളത് ഡോക്ടർ ബിന്നിയാണ്. ഡോക്ടർ ബിന്നിക്ക് 8,670 വോട്ടുകളോടെയാണ് ബിന്നി 8ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് ബിന്നിക്ക് അല്പം പോസിറ്റീവ് പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോൾ ഇത്രയും വോട്ടുകൾ കിട്ടുന്നത്. 9ാം സ്ഥാനത്തുള്ള സാബുമാന് കിട്ടിയിരിക്കുന്നത് 7,000 വോട്ടാണ്. സാബുമാൻ ഈ ആഴ്ച പുറത്താകും എന്ന് വിചാരിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത്തവണയും നിരാശപ്പെടാനായിരിക്കും വിധി. കാര്യം സാബുമാന് വോട്ട് കൊടുത്ത് നിലനിർത്തുന്നുണ്ട് ആരിനെയൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾ. 10ാം സ്ഥാനത്തുള്ള നമ്മുടെ ആദിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് 6,800 വോട്ടാണ്. ആദില ഡേഞ്ചർ സോണിലാണ്. ഏത് നിമിഷം വേണോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് ആദില. 100യുടെ വോട്ടുകൾ പോലും ആദിലയെ സേവ് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അവസാന സ്ഥാനത്തുള്ള ആരിന് കിട്ടിയിരിക്കുന്നത് 6,560 വോട്ടാണ്. ആരിനാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോസിബിലിറ്റി കൂടുതൽ. ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് വോട്ട് നില മാറി മറിയുക എന്നറിയില്ല. നിലവിലത്തെ ട്രെൻഡ് അനുസരിച്ച് പോവുകയാണെങ്കിൽ ഈ ആഴ്ച ആര്യൻ എന്തായാലും ബിഗ് ബോസ് വീടിനോട് വിട പറയുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റുകൾ നിങ്ങളുടെ അടുത്ത് എത്തണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.